നമസ്കാരം. ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ റൈഫിൾ ക്ലബ്. ഛായാഗ്രഹണം സംവിധാനം ആഷിക് അബു, തിരക്കഥ ദിലീഷ് കരുണാകരൻ, ശ്യാം പുഷ്കരൻ ആൻഡ് സുഹാസ്. ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, വിജയരാഘവൻ, വാണി വിശ്വനാഥ്, സുരഭി ലക്ഷ്മി, വിനീത് കുമാർ, ഹനുമാൻ കൈൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ആഷിക് അബു ചിത്രങ്ങൾ നോക്കിയാൽ ചിലത് നിരാശയും ചിലത് ഒരു ഓക്കെ ഫീലും സമ്മാനിച്ചവയാണ്. പലപ്പോഴും ആ സബ്ജക്റ്റിലേക്ക് പ്രേക്ഷകനെ പൂർണ്ണമായി ഇന്നാക്കാൻ സാധിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുകൂടെ പറയേണ്ടി വരും. റൈഫിൾ ക്ലബിൻ്റെ റിലീസിന് മുന്നേ വന്ന പ്രൊമോ മെറ്റീരിയലൊക്കെ സിനിമയുടെ ഒരു മൂഡ് അല്ലെങ്കിൽ വൈബ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ തന്നിരുന്നു. ആ ധാരണയിൽ തന്നെയാണ് സിനിമയ്ക്ക് കയറിയതും. ഇടയ്ക്ക് മിസ് ചെയ്തിരുന്ന ആഷിക് അബു തിരിച്ചു വന്നു എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കഥ ഒരു റൈഫിൾ ക്ലബിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ റൈഫിൾ ക്ലബിൽ തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ ചരിത്രത്തിലേക്കും വിശദാംശങ്ങളിലേക്കും ഒന്നും കടക്കുന്നില്ല. മംഗലാപുരത്തുള്ളൊരു ദയാനന്ദിനെ പരിചയപ്പെടുന്നു, അവിടുത്തെ കുറച്ച് സംഭവങ്ങൾ. കണ്ണൂരിലൊരു സിനിമാ താരത്തെ പരിചയപ്പെടുന്നു. കഥ റൈഫിൾ ക്ലബിലേക്ക്. ഞാൻ പറഞ്ഞു വന്നത് സിനിമ ഫോക്കസ്ഡ് ആണ്. ഏകദേശം 2 മണിക്കൂറിനടുത്ത് ദൈർഘ്യം എന്നതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നതും കാണാം. സംഭവങ്ങളിലൂടെ കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും രസമുള്ള ഒരു പരിപാടിയായിട്ടാണ് തോന്നിയത്. പ്രകടനത്തിലേക്ക് വന്നാൽ അവറാനായെത്തുന്ന ദിലീഷ് പോത്തൻ. ആ ബോഡി ലാംഗ്വേജ്, സംഭാഷണങ്ങൾ മൊത്തത്തിൽ കിടു. അത് അവറാനാണ് എന്ന ഒരു റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിൽ തന്നെയാണ് ഉടനീളം ആ കഥാപാത്രത്തെ കൊണ്ടുപോയിരിക്കുന്നത്. തന്നെ കളിയാക്കുമ്പോഴുള്ള ചില റിയാക്ഷൻസ്, തൻ്റെ വാക്കുകളിലേക്ക് മറ്റുള്ളവർ വരണമെന്ന വാശിയിലെ പെരുമാറ്റങ്ങൾ, അയാളുടെ ഉള്ളിലെ വേട്ടക്കാരനായ മനുഷ്യൻ എന്നത് അത്രയും ക്രൂഷ്യൽ മൊമെൻറ്റിൽ പെരുമാറുന്നത്, അങ്ങനെ നോക്കിയാൽ ദിലീഷ് പോത്തൻ്റെ ഓരോ സീനുകളെക്കുറിച്ചും ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. സെക്രട്ടറി അവറാൻ ഹാജർ എന്ന് പറയുന്നതിലേക്കുള്ള ആ യാത്രയിൽ പ്രേക്ഷകനെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. ദയാനന്ദ് എന്ന കഥാപാത്രമായാണ് അനുരാഗ് കശ്യപ് എത്തുന്നത്. തുടക്കത്തിൽ തന്നെ ആ കഥാപാത്രം എങ്ങനെയാണ് എന്നതിൽ വ്യക്തമായ ലീഡ്സ് തരുന്നുമുണ്ട്. ഇതുവരെ കാണാത്ത പ്രകടനം എന്ന രീതിയിലൊന്നും അനുഭവപ്പെട്ടില്ല. എങ്കിലും രണ്ടാം പകുതിയിൽ കാര്യങ്ങളൊന്ന് ടൈറ്റ് ചെയ്യുന്നതിൽ, ഒരു ടെൻഷൻ ഫീലൊക്കെ സമ്മാനിക്കുന്നതിൽ പ്രകടനം വിജയിച്ചിട്ടുണ്ട്. കുഴുവേലി ലോനപ്പനായെത്തുന്ന വിജയരാഘവൻ. ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ട്രെയിലറിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട്. പ്രകടനവും നല്ലതായിരുന്നു. രണ്ടാം പകുതിയിൽ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് വിജയരാഘവൻ്റെ ഒരു ചിരിയുണ്ട്. ലോനപ്പൻ എന്ന കഥാപാത്രത്തെ മൊത്തമായി ഉൾക്കൊണ്ട ഒരു ചിരി എന്നൊക്കെ പറയാവുന്നത്. സൂരജ് ഹനുമാൻ കൈൻ്റെ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഉള്ള സീനുകളൊക്കെ നല്ല പവറോടെ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കാലത്തൊരു സ്ട്രോങ് ഫേസ് ആയി തന്നെ സിനിമയിൽ കാണും എന്നുകൂടെ കരുതുന്നു. ഇവരെ കൂടാതെ ഒട്ടനവധി പേര് സ്ക്രീനിൽ വന്നു പോകുന്നുണ്ട്. ചെറിയ റോളുകൾ എന്നല്ല, സ്ക്രീൻ സ്പേസ് കുറവാണെന്ന് മാത്രം. ഒരു പ്രധാന പേര് വിട്ടുപോയി, വിഷ്ണു അഗസ്ത്യ. അറിയാലോ, ഇങ്ങനൊരു സ്പേസിലേക്ക് ഒരു കഥാപാത്രമായി വന്നാൽ എങ്ങനെ ചെയ്യുമെന്നുള്ളത് ആ പവർ ഉടനീളം കാണാം. ദിലീഷ് പോത്തനായിട്ടുള്ള സംഭാഷണങ്ങൾ, ആ സീനുകളും രസകരമായിരുന്നു. ഉണ്ണിമായ പ്രസാദ്, വാണി വിശ്വനാഥ്, സുരേഷ് കൃഷ്ണ, വിനീത് കുമാർ, സുരഭി ലക്ഷ്മി, ദർശന രാജേന്ദ്രൻ, സെന്ന ഹെഗ്ദെ തുടങ്ങിയവരൊക്കെ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അവരുടേതായ മൊമെന്റ്സ് സമ്മാനിക്കുന്നുമുണ്ട്. കാസ്റ്റിംഗ് എന്നത് മൊത്തത്തിൽ സിനിമയ്ക്ക് പോസിറ്റീവായി തന്നെ വന്ന കാര്യമാണ്. ടെക്നിക്കൽ സൈഡ് പറയുമ്പോൾ ആദ്യം പറയേണ്ടുന്നത്, കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ തന്നെ കാണേണ്ടതുണ്ട്. പലതരം തോക്കുകൾ, അതിൽ നിന്ന് വരുന്ന ബുള്ളറ്റുകൾ, അത് പൊട്ടിക്കുമ്പോഴുള്ള സ്പേസ് എന്നത്, അതിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ റൈഫിൾ ക്ലബ്ബ് അത്രയേറെ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു വൈബ് കിട്ടുമെന്ന് മാത്രം. റക്സ് വിജയൻ്റെ സംഗീതം, ശരിക്കും പറഞ്ഞാൽ ഈ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സിനെ അതിനൊരു കംപ്ലീറ്റ് ഫീൽ കൊണ്ടുവരുന്നതിൽ പശ്ചാത്തല സംഗീതം വഹിച്ച പങ്ക് വളരെ വലുതാണ്. കിടിലൻ വർക്ക്. ആഷിക് അബു തന്നെയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. നല്ല കുറേ ഷോട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ അവസാനത്തേക്ക് അടുക്കുമ്പോൾ ഈ വിജയരാഘവനെയും കൂടെയുള്ളവരെയും ചേർത്ത് വെച്ചതൊക്കെ ഒരു കിടിലൻ ഷോട്ട് തന്നെയായിരുന്നു. മൊത്തത്തിലൊരു ലൈവ് ഫീൽ നൽകിക്കൊണ്ട് തന്നെയാണ് സിനിമ ഉടനീളം മുന്നോട്ട് പോകുന്നത്. വി സാജൻ്റെ എഡിറ്റിംഗ് കൂടെ പരാമർശിക്കേണ്ടതുണ്ട്. ബുള്ളറ്റ് പുറപ്പെട്ട് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന മൊമെൻ്റൊക്കെ കയ്യടിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ എഡിറ്റിംഗ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ പാരലായി കഥ പറയുമ്പോഴും ആ ഒരു ടെൻഷനൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. VFX വർക്കുകളും ഓവറോൾ കൊള്ളാമെന്ന് തന്നെയാണ് തോന്നിയത്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ 3 പേർ ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു വേൾഡ് സെറ്റ് ചെയ്യുന്നു, അവിടെ നടക്കുന്ന ഒരു സംഭവത്തെ വിവരിക്കുന്നു എന്ന നിലയിൽ ബേസിക് ഐഡിയ കിടക്കുമ്പോഴും സംഭാഷണത്തിലാണ് ഈ കോംബോയുടെ ഒരു മികവ് ഞാൻ കാണുന്നത്. അവരടക്കമുള്ള കഥാപാത്രങ്ങൾ, അവരുടെ ഒരു രീതി, ജീവിതം, വേട്ടയാടലൊക്കെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ആ കഥാപാത്രങ്ങളെ കൃത്യമായി ഡെവലപ്പ് ചെയ്യാനും തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇവർക്കിടയിലെ കൊടുക്കൽ വാങ്ങലുകളിലെ സംഭാഷണങ്ങളുണ്ടല്ലോ, അത് റൈഫിൾ ക്ലബിൻ്റെ ഒരു പ്രധാന പോസിറ്റീവ് തന്നെയാണ്. അത്രയും സീരിയസ് സിറ്റുവേഷനിൽ തന്നെ വരുന്ന കോമഡി എന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമായി തന്നെ വർക്കാവുന്നതുമുണ്ട്. ഡബിൾ മീനിങ് സംഭാഷണങ്ങളുണ്ട്. ഒരിടത്ത് ഡബിൾ മീനിങ് ആണ് എന്ന് അവറാൻ തന്നെ പറയുന്നതുമുണ്ട്. ആ സ്പേസിലെ കഥാപാത്രങ്ങൾ അവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിൽ, സംസാരിക്കുന്നതിൽ ഒരു അസ്വാഭാവികത തോന്നാതെ തന്നെ അത് പ്ലേസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. വേട്ടയ്ക്കൊക്കെ പോകുന്ന കുറച്ച് ആൾക്കാരുടെ സംസാര ശൈലി എന്നതിൽ തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നതും. എഫക്റ്റീവായി തന്നെ അതിനെ പ്ലേസ് ചെയ്യാൻ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. വേട്ടക്കാരനും കാടും വേട്ടയും നിറയെ ആയുധങ്ങളുമൊക്കെയായി ഒരു കൂട്ടം. ജീവിതം ഒരു തരത്തിൽ ആഘോഷം. അവരുടെ വേട്ടയും അവരെ വേട്ടയാടുന്നതും എന്ന പശ്ചാത്തലത്തിൽ ലെയറുകളായി അതിനെ പരിഗണിക്കാൻ നിൽക്കാതെ നേരെ തന്നെ പറഞ്ഞു പോകുന്നൊരു കഥയാണ് റൈഫിൾ ക്ലബിൻ്റേത്. ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്, കൈയടിക്കാനുള്ളതുണ്ട്, ഇടയ്ക്ക് ചുരുക്കം ഇടത്ത് അല്പം ലോ ആവുന്നുണ്ട്, വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. വ്യക്തിപരമായി ആ ഒരു ഒഴുക്കിൽ അവസാനമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. എങ്കിലും ഇപ്പോഴത്തെ കാഴ്ചയിൽ ഒട്ടും നിരാശനല്ല. നന്നായി എൻജോയ് ചെയ്ത് കണ്ട സിനിമ തന്നെയാണ്. മൊത്തം വെടിവെപ്പ് തന്നെയാണ്. 4 പാട് നിന്നും വെടിവെച്ചകൾ കൊണ്ട് നിറഞ്ഞ ഒരു 2 മണിക്കൂർ റൈഡ് എന്ന് പറയാം. അതാണ് ശരിക്കും റൈഫിൾ ക്ലബ്. കൊള്ളാം.
നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.